ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു നോൺ വെജ് തോരനാണ്. അപ്പോൾ എന്ത് തോരനാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ മീൻമുട്ട കൊണ്ട് എങ്ങനെ തോരൻ തയ്യാറാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ മീൻമുട്ട ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചെടുത്താൽ മതി, ഒരുപാട് കൂടുതൽ വേണ്ട. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒതുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സവാളയാണ്, അത് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. സവാളയൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അരപ്പും ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചുവ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻമുട്ടയും കൂടി ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ 1/2 kg മീൻമുട്ടയാണുള്ളത്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അരപ്പും മീൻമുട്ടയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മീൻമുട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരാനുള്ളതാണ്. പിന്നെ നമ്മൾ ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മീൻമുട്ടയുടെ ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അരപ്പും മീൻമുട്ടയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരപ്പരച്ച മിക്സിയുടെ കപ്പിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മീൻമുട്ടയൊക്കെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, മീൻമുട്ടയൊക്കെ പൊടിഞ്ഞു വരാനുള്ളതാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ മീൻമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻമുട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരാനും ഉള്ളതാണ്. ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഈ മീൻമുട്ടയൊക്കെ ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും മീൻമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞും കിട്ടും. പിന്നെ വെള്ളവും നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും മീൻമുട്ട കുക്കായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. വീണ്ടും 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടി ഒന്നുകൂടി ഒന്ന് തുറക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഒന്നും വറ്റിയിട്ടില്ല, ഇനിയും വെള്ളമുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻമുട്ടയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മീൻമുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ചും കൂടി കുക്കായി വരാനുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം.
ഇനി ഞാനിത് മൂടി വയ്ക്കുന്നില്ല, കാരണം ഇത് കുക്കായിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നാൽ മാത്രം മതി. പിന്നെ ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിത് തുറന്ന് വെച്ചിട്ടാണ് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ മീൻമുട്ടയൊക്കെ പൊടിയാതെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ പൊടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിലെ വെള്ളവും പെട്ടെന്ന് വറ്റും, അതുപോലെ മീൻമുട്ടയൊക്കെ പൊടിഞ്ഞും കിട്ടും. മീൻമുട്ടയൊക്കെ കുക്കായി അതിലെ വെള്ളം മാത്രം വറ്റി വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ മീൻമുട്ടയൊക്കെ പൊടിഞ്ഞും കിട്ടും, വെള്ളവും പെട്ടെന്ന് വറ്റി കിട്ടും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ടാണിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മീൻമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻമുട്ടയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്